നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മാലിന്യ പ്രശ്നത്തിന് ഞാൻ വരുമ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അവിടെ ക്യാമറ കണ്ടു. മാലിന്യം കൊണ്ടിടുക, വേസ്റ്റ് കൊണ്ടിടുന്നതിനെ കണ്ടുപിടിച്ച് ഫൈൻ ഈടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആ ക്യാമറയും അവിടെ കൊണ്ടിട്ട് മാലിന്യത്തിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ഉണ്ടല്ലേ സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അവിടെ ഈ ഓരോ ഏരിയയിലും വന്നിട്ട് ഓരോ MCF പോലെ സംവിധാനം കൊണ്ട് വെക്കൂ. എന്നിട്ട് അതിൽ കൊണ്ട് വേസ്റ്റ് ഇടാൻ പറയൂ. ഈ സ്നേക്കി പോലുള്ള പാമ്പേഴ്സ് പോലുള്ള കുട്ടികളുടെ സ്നേക്കി പോലുള്ള വേസ്റ്റുകൾ ഇടാൻ പറ്റും. നമ്മൾ ഈ വേസ്റ്റുകൾ ഒരിക്കലും വീട്ടിൽ പെട്രോൾ കഴിച്ച് കത്തിച്ചാലും പോലും കത്തിപ്പോവില്ല. എന്നിട്ട് അത് അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ വേസ്റ്റിനെ സ്നെങ്കി പോലും സംഗതി നമ്മൾ എന്താ ചെയ്യണത്? എവിടെ കൊണ്ടിടും? ഇപ്പോൾ വലിയൊരു സംഭവത്തിൽ ഈ ഹരിതകർമ്മസേനയെ കൊണ്ട് വേസ്റ്റ് ഇല്ലെങ്കിലും പൈസ പിരിക്കുന്നില്ലേ? അപ്പോൾ അവരെ കൊണ്ട് ഈ MCF സംവിധാനം കൊണ്ട് ആദ്യം വെച്ചിട്ട് അതിൽ ആ വേസ്റ്റ് കൊണ്ട് ഇടാൻ പറയൂ. എന്നിട്ടും ആ വേസ്റ്റ് ഇടാതെ പുറമേ ഇട്ടാൽ അതിന് ഫൈൻ ഈടാക്കൂ. ഇത് ക്യാമറ വെച്ച് ജനങ്ങളോട് ശരിക്കും വെല്ലുവിളിയല്ലേ? ഈ വേസ്റ്റൊക്കെ എവിടെ കൊണ്ടിടും ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞു തരണം. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, ഈ മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തിലുണ്ട്. ആര് ഭരിക്കുന്ന CPM ഭരണപക്ഷത്താലും BJP ഭരണപക്ഷത്തായാലും എല്ലാം അവിടെയുണ്ട്. ഇതിനൊക്കെതിരെ ഒരു BJP മെമ്പർമാരോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മെമ്പർമാരോ പ്രതികരിച്ചുകൂടെ? നിങ്ങളുടെ എല്ലാം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ മെമ്പർമാരെ? അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിച്ചുകൂടെ? നിങ്ങൾക്ക് ഈ പാമ്പേഴ്സ് പോലുള്ള വേസ്റ്റുകൾ എവിടെ കൊണ്ടിടും ഒന്ന് പറഞ്ഞു തരുമോ? വീട്ടിൽ കത്തിക്കാൻ പറ്റില്ല. MCF പോലുള്ള സംവിധാനം കൊണ്ടുവരും ആദ്യം. എന്നിട്ട് അതിൽ ഈ വേസ്റ്റുകൾ ഇതെല്ലാം ഇടാൻ പറയും. എന്നിട്ട് അതിലിട്ടില്ലെങ്കിൽ വീണ്ടും ക്യാമറ വെച്ച് നിങ്ങൾ ഫൈൻ ഈടാക്കും നിങ്ങൾ. അല്ലാതെ ഒരു സംവിധാനം ചെയ്യാതെ ക്യാമറ കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? ശരിക്കും ജനങ്ങളോട് വെല്ലുവിളിയല്ല. എന്നിട്ട് പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുകയുള്ളൂ, മറ്റുള്ള എടുക്കില്ല. അതെന്താ കാരണം? അത് മാത്രം മറിച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു വേസ്റ്റുകൾ എടുക്കാത്തത് അല്ലേ? ആദ്യം ഇത് സംവിധാനം കൊണ്ടുവന്നൂടെ നിങ്ങൾക്കെല്ലാം? അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മെമ്പർമാരോ BJP മെമ്പറോ കോൺഗ്രസ് പ്രതികരിക്കൂ. നിങ്ങളൊക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ നിങ്ങളുടെയൊക്കെ? അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ നഷ്ടപ്പെട്ടോ നിങ്ങളുടെയൊക്കെ? ഭയങ്കര കഷ്ടമല്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ സുഹൃത്തുക്കളെ? എല്ലാ പൊതുപ്രവർത്തകരുടെയും അതുപോലെ തന്നെ എല്ലാവരും നാക്കൊക്കെ ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികൾ ഇവിടെ നടക്കില്ലേ, അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ പോയോ? അവിടെ ഒളിച്ചോടി പോയോ? അവരൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? അല്ലെ ആവശ്യത്തിനും അനാവശ്യമായി ചാനൽ ചർച്ചകൾ വന്നിരിക്കില്ലേ? ഇതിനെക്കുറിച്ച് ഒരു വാക്കുകൾ ആരെങ്കിലും ഈ പൊതുപ്രവർത്തകർ നടക്കുന്നവരോ അല്ലെങ്കിൽ ഇതിൽ ബുദ്ധിജീവികളോ നടക്കുന്നവരോ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ മുഖ്യധാര മാധ്യമങ്ങൾ, അത് എന്താ പറയുക, ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും ഇതിനെക്കുറിച്ചൊരു ഒരു വാർത്ത ചെയ്യൂ. മുന്നോട്ട് വരൂ. നിങ്ങളൊന്ന് ശ്രദ്ധ നോക്കൂ. ഈ വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടിടണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഭയങ്കര കഷ്ടമാണ് ഇതൊക്കെ. ഈ ക്യാമറക്കാർ ജനങ്ങളോട് വെല്ലുവിളിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പറയൂ സാർ, എവിടെ ഈ വേസ്റ്റുകളൊക്കെ സാർ എവിടെ പറയും? എവിടെ കൊണ്ടിടും സാറൊന്ന് പറഞ്ഞു തരും. നിങ്ങളൊന്ന് പറഞ്ഞു തരും, പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തരും. ഞാൻ ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട പള്ളി മുൻ പ്രസിഡന്റ് സംസാരിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച്. ഇതല്ല
ഭയങ്കര ഒരു ഒരു വെല്ലുവിളി, ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെ അതൊക്കെ. ഈ ബുദ്ധിജീവികളുടെയും പൊതുപ്രവർത്തക നാവ് ഇറങ്ങിപ്പോയി, അവരൊക്കെ കണ്ണിന് കാഴ്ച കുറഞ്ഞു. അത് BJP മെമ്പർമാരുടെയും കോൺഗ്രസ് മെമ്പർമാരെയൊക്കെ ഒരു പ്രതികരണ ശേഷി അവരൊക്കെ നാവ് ഇറങ്ങിപ്പോയി. അവർക്ക് നാവില്ല, സംസാരിക്കാൻ നാവില്ല അവർക്ക്.